എൻ്റെ പേര് വിംഗ് കമാൻഡർ എബ്രഹാം, എടപ്പള്ളി, കൊച്ചി. ഹലോ, ഞാൻ വിളിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഈ പോക്ക് കണ്ടപ്പോഴേ നമ്മളെ കോൺഗ്രസ് എങ്ങനെയെങ്കിലും വരണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഇവരെ നിരാശപ്പെടുത്തുകയാണല്ലോ. അതായത് കോൺഗ്രസിൽ ഈ കേരളത്തിലുള്ള ലീഡേഴ്സിന് കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ കേന്ദ്രമെന്നും പറഞ്ഞൊരു വേണുഗോപാല് പറയുന്ന ഒരു ലിസ്റ്റുമായിട്ട് പരിഹാസമായിട്ട് 58 പേരുടെ ഇതും വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ കോൺഗ്രസ് ഇപ്പം പിണറായിക്ക് അതായത് ലെഫ്റ്റ് പാർട്ടികൾക്ക് സ്ട്രഗിൾ ചെയ്യാതെ തന്നെ ഭരിക്കാനായിട്ടൊരു ചാൻസ് കൊടുക്കുകയാണല്ലോ ഇവരെ. അതായത് വി ഡി സതീശനും ഈ വേണുഗോപാലും കൂടെ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് തീർന്നു. ഇവരെ രണ്ടുപേരെ ഓടിക്കാനായിട്ട് ഈ കോൺഗ്രസിലെ മറ്റ് ലീഡേഴ്സിന് കഴിവും അതിനുള്ള ഇച്ഛാശക്തി ഇല്ലയോ? ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും തലപ്പത്ത് നിന്നിട്ടാണെങ്കിൽ ഞാൻ വോട്ട് ചെയ്യാൻ പോകത്തില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് ലെഫ്റ്റിന് ഞാൻ വോട്ട് ചെയ്യത്തില്ല. ഇവർക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരെ എനിക്ക് എന്നാൽ പിന്നെ അത് ഇവർ രണ്ടുപേരെ നോക്കുകയാണെങ്കിൽ പിണറായി ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ. സപ്പോർട്ട് ചെയ്യാന്നല്ല മീൻ ചെയ്യുന്നത്, പിണറായി വരുന്നതാണ് നല്ലത് ഇവർ രണ്ടുപേരെ കാണും. ഇവന്മാർക്ക് ഈ അവസ്ഥയിൽ, അതായത് ഈ 10 കൊല്ലമായിട്ട് ഇത്രയും അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇവന്മാർക്ക് ഇത്ര അഹങ്കാരവും ഇത്രയും തരികടകളും ആണെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ ഒരു അധികാരത്തിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ എന്തുമായിരിക്കും ഒരു അവസ്ഥ? അത് അവരെ ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. ബാക്കിയുള്ള ആൾക്കാര് എന്താ പറയുക, കഴിവില്ലാത്തവരായതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ കളിക്കുന്നത്. ഈ കഴിവുള്ള ആ മിടുക്കന്മാരെ എല്ലാം ഒതുക്കുന്നത് കണ്ടു. എത്ര ദയനീയമായിട്ടാണ് ഓരോരുത്തരെയും തീർത്ത് കളയുന്നതെന്ന്. അല്ല, അപ്പൊ ഇവരിപ്പം 10, 50 പേരോ 100 പേര് ചേർന്നല്ലോ കേരളം. അപ്പം നമ്മളെപ്പോലുള്ള കേരളത്തിലുള്ള ഈ ബാക്കി കോൺഗ്രസ് ഈ ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ മുഴുവൻ നിരാശപ്പെടുത്തുന്ന ഈ രണ്ടുപേരെ എടുത്ത് ദൂരെ കളയാനായിട്ട് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് സാധിക്കുന്നില്ലയോ എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ഞാൻ ചോദിക്കുന്നത്, ഇവർ നമ്മൾ നോക്കുകയാണ് ഇന്നിപ്പം കേരളത്തിലൊരു ചീഫ് മിനിസ്റ്ററുടെ മുഖമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുമാണെങ്കിൽ പറവൂരിൽ സതീശൻ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. ശശി തരൂർ ഇപ്പോൾ 1-2 സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസ് മോദിക്ക് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ശശി തരൂരിനെ അടുപ്പിക്കാതെ ഇവർ അതുപോലെ പുള്ളിയെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ദേഷ്യമാണ്. അല്ലാതെ ശശി തരൂരിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കേരളത്തിലെ ഹിന്ദുക്കളെ, കേരളത്തിലെ ക്രിസ്ത്യാനികളെ, കേരളത്തിലെ മുസ്ലിംസ് ഇവരെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ പുള്ളി കോൺഗ്രസിന് വിരുദ്ധമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സംസാരിപ്പിച്ചതാണ്. ആ അവസ്ഥയിലേക്ക് പുള്ളി എത്തിച്ചതാണ് ഇവന്മാര് അപ്പൊ ഇപ്പൊ ശശി തരൂർ ശശി തരൂരിന്റെ ഒറ്റ ലെക്ചർ കേരളത്തില് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കേരളത്തിൽ ശശി തരൂരിനോട് ദേഷ്യമുള്ളവരും പിന്നെ പിറ്റേ ദിവസം പോയി ശശിധരനെ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ഇവരുടെ ഒന്നും ഔദാര്യം വേണ്ട. പക്ഷെ ഇവരൊക്കെ അതായത് പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ലെന്ന് പറഞ്ഞ പോലെ ഇവരുടെ അവസ്ഥ. അപ്പൊ ഇതിന് ഒരു പരിഹാരമില്ലാത്ത പ്രശ്നമാണ്. ഇപ്പൊ ഇനിയും അധികം സമയമില്ല ഇലക്ഷൻ വരാനായിട്ട്. ഇവരുടെ ഒരു ഇതിനു വേണ്ടി വിട്ടുകൊടുത്ത് കഴിയുന്ന പറഞ്ഞാൽ ഈ കേരളത്തിലെ പ്രതീക്ഷ മറ്റേ ഭരണമാറ്റത്തിന്റെ പ്രതീക്ഷ ആഗ്രഹിക്കുന്നവർക്ക് നിരാശ വരുത്തുകയാണ്. അപ്പം എന്താണ് അത് ഒരു സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലമായിട്ട് കിടക്കുകയാണ്. രാഹുലിനെ ഒരു പാർട്ടിയിലെ ഒരാളെ രാഹുല് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പാർട്ടിയുടെ ഇപ്പം ഇവരുടെ മക്കളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പം രാഹുലിനെ ഇവർ ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനേക്കാളും നല്ല ഗംഭീര 4-5 പേര് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവരെ മുൻനിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഹുലൊന്നുമില്ല. അപ്പോൾ രാഹുലിനെ ഇവർ ചുമ്മാ കുരുതി കഴിക്കുകയായിരുന്നു. അല്ലെങ്കിൽ രാഹുലും ഷാഫി പറമ്പിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 3-4 ഇലക്ഷൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ കഴിവുകൊണ്ടാണ്. അല്ല ഈ പിന്നെ വി ഡി സതീശന്റെ അല്ലെങ്കിൽ പിന്നെ വേണുഗോപാലിന്റെ മെറിറ്റ് കൊണ്ടൊന്നുമല്ല. അപ്പം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടും ഇങ്ങനെയുള്ള നല്ലൊരു യുവതലമുറയുണ്ട്. ഇപ്പം കണ്ടില്ലേ അബിൻ വർഗി എടുത്ത് ദൂരെ കളഞ്ഞത്. അതുപോലെ ചാണ്ടിയുമ്മനെ മാറ്റി നിർത്തിയേക്കുന്നു. അല്ല, ഇപ്പൊ ഇനി ജാതി സംവരണത്തിന്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഈ വി ഡി സതീശനും കെ സുധാകരനും കൂടെ ഒരുമിച്ച് പ്രസിഡന്റും പിന്നെ ഓപ്പോസിഷൻ ലീഡറുമായിരിക്കും പറഞ്ഞ ഈ ജാതി സമവാക്യമില്ലായിരുന്നോ? അവർക്ക് രണ്ടുപേർക്കും ഒരേ. അപ്പം ജാതിയുടെ പ്രശ്നമല്ല ഇവിടെ. ജാതിയും മതവും ഒക്കെ നോക്കി ഇപ്പൊ ഓരോ ഏത് കാലത്തിലേക്ക് ഇവന്മാര് നമ്മളെ കൊണ്ടുപോകുന്നത് ഓർത്ത് നോക്കി. അബിൻ വർക്കിയൊക്കെ ടി വിയിലൊക്കെ വന്ന് സംസാരിക്കുന്ന കഴിഞ്ഞാൽ അവർക്ക് കഴിവുണ്ട്, അതുപോലെ പിന്നെ നോളജും ഉണ്ട്. അപ്പം ഈ യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പം പുതിയ ഒരാളെ കയറ്റിയിരിക്കുന്ന ആൾ മോശമാണെന്നോ ആളിനെ പറ്റി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ ഞാൻ പറയാല്ല. പക്ഷെ അബിൻ വർക്കിക്ക് തുല്യമായിട്ടുള്ള ഒരാളല്ല. അപ്പൊ ഇതിന്റെയൊക്കെ ഇങ്ങനെ ഒരു ചർച്ചയുടെ പോലും ആവശ്യമില്ലായിരുന്നു. എന്തിനു വേണ്ടിയാണ് രാഹുലിനെ ഇവന്മാരെടുത്ത് മാറ്റി നിർത്തിയത്? ഇതുപോലൊരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ സെലക്ഷനിലേക്കും ഒരു ഇലക്ഷനിലേക്കും ഒക്കെ വീണ്ടും ഇതുപോലെ ആരെങ്കിലും ഒക്കെ കെട്ടിയിറക്കേണ്ട ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായി? ഇവന്മാരുണ്ടാക്കിയതല്ലേ? അല്ല, അത് ആക്ച്വലി സ്പീക്കിങ് ഇത്
ഞാൻ മനസ്സിലാക്കുന്നത് വി.ഡി. സതീശൻ കേരളത്തിലെ ഒരു മഷിഹായിട്ട് തെളിയും പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു മിസ്കാൽക്കുലേഷനിൽ പുള്ളി അഹങ്കരിച്ചതാണ്. അതായത് അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റേണ്ട ഇപ്പം ഓക്കെ, ഇപ്പം ഈ ഇത്രയും ശരിയാ പൊതുജന സപ്പോർട്ട് വന്നപ്പോഴും പുള്ളിയെ പാർട്ടി തിരിച്ചെടുക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് എടുക്കുന്നില്ല? അതിപ്പോ ഇവരുടെ പ്രയത്നം, പിണറായി ഇപ്പം പ്രയത്നിച്ചില്ലെങ്കിലും പിണറായി ആകും. ആ ഒരു അവസ്ഥയിൽ പിണറായി ഞങ്ങൾ ആക്കുമെന്നും പറഞ്ഞു മുമ്പായി നടക്കുക. അതാ ഇപ്പൊ നടക്കാൻ പോകുന്ന അതാണ്. പക്ഷെ അതിപ്പോൾ നമ്മളെപ്പോലുള്ള ഈ കോൺഗ്രസ് സ്നേഹികൾക്ക് നിരാശയാണെന്ന് മാത്രം. അപ്പോൾ ഇതൊരു വലിയൊരു കഷ്ടമാണ്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഞാൻ പറയുന്നത് ഇവർ ജയിക്കുമെന്നോ അല്ലെങ്കിൽ അവർ ആണ് മോഡൽ വേറെ ആൾക്കാരുണ്ടെന്ന്. പക്ഷേ ഒരു ഫേസ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇവരെ രണ്ടുപേരെ യാതൊരു കാരണവശാലും വരാൻ പാടില്ല. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ശശി തരൂരിന് കൊടുത്തു കഴിഞ്ഞാൽ ശശി തരൂരിനെ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 100%, 99 അല്ല 100% കേരളത്തിലെ ഇലക്ഷൻ കോൺഗ്രസ് ജയിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതല്ല വേറെ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം അങ്ങനെ വിത്തിൻ ദ പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരുണ്ട് ഇവിടെ. ഇവനേക്കാളൊക്കെ എത്രയോ നല്ല അടൂർ പ്രകാശ്. ഒന്നും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചങ്കുടപ്പോട് നേരിടുന്ന ഒരു വ്യക്തിയാണല്ലോ അടൂർ പ്രകാശ്. അതൊക്കെ സൗമ്യനായി മനുഷ്യരോട് ഇടപെടാനും അയാൾക്കറിയാമല്ലോ. ഇവൻ എന്തൊരു ദാർഷ്ട്യമാണ് ഈ കേക്കച്ചൻ എന്ന് പറയുന്നവൻ. അവന്റെ മുഖഭാവവും അവന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും കണ്ടോ? ആ ഒരു വ്യക്തി കേരളത്തിലെ ഈ കോടികളിലെ ഇപ്പം നമ്മള് വോട്ടേഴ്സിന്റെ പകുതി കോൺഗ്രസ് സപ്പോർട്ടേഴ്സ് ആണെന്ന് നമ്മൾ അനുമാനിച്ചാൽ തന്നെ അത്രയും പേരെ നിരാശപ്പെടുത്തില്ലേ ഇവന്. അപ്പം ഒറ്റ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ അവരുടെ അംബീഷൻ, അവർക്ക് ഡിസേർവ് ചെയ്യാത്ത അംബീഷൻ, അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയായി കേന്ദ്രത്തിൽ നടക്കുന്ന ഒരാൾ കേരളത്തിലെ ഇതിൽ എങ്ങനെ ഇടപെടുന്നത്? അപ്പം ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജനറൽ സെക്രട്ടറിയാണ് കേന്ദ്രത്തിലെ വേണുഗോപാലാണ് ഹൈക്കമാൻഡ്. അപ്പം വേണുഗോപാലിനെ എടുത്ത് ആദ്യം ദൂരെ അവൻ പറയുന്നത് കേൾക്കാൻ പാടില്ല. അവൻ പറയുന്ന ലിസ്റ്റ് എടുത്ത് വലിച്ച് ദൂരെ കളഞ്ഞിട്ട് ഇവരെല്ലാവരും കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ അടുക്കലോ സോണിയാഗാന്ധിയുടെ അടുക്കലോ പോയി പറയാനെന്നോ നമുക്ക് ഇങ്ങനെ ഒരു റിമോട്ട് കൺട്രോളർ ആവശ്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തുകൊണ്ട് പോകാൻ സാധിക്കുന്നില്ല? എല്ലാവരും വരട്ടെ നിൽക്കുക, എന്തെങ്കിലും അപ്പകഷ്ണം കിട്ടും തെരഞ്ഞെടുപ്പ് ആകുമ്പോന്നോർത്തേ. അല്ല, അതിപ്പം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടി തീർന്നു. ഇപ്പം അവർക്കും ചാൻസ് ഇപ്പം ഇലക്ഷൻ തോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയില്ലേ. പിന്നെ ഇപ്രാവശ്യം കോൺഗ്രസ് തോറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ കേരളത്തിൽ അവർ തിരിച്ചുവരവ് വരത്തില്ല. കോൺഗ്രസ് മുക്ത കേരളമായിട്ട് മാറും. കാരണം പിന്നെ അപ്പോഴത്തേക്കുണ്ടല്ലോ BJPയും ലെഫ്റ്റും ആവും ഇവിടുത്തെ മേജർ പാർട്ടികൾ. അപ്പം കോൺഗ്രസിന്റെ ലാസ്റ്റ് ചാൻസ് ആണിത്. എൻ്റെ പേര് മാത്യു, കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നേ. ഞാൻ വിളിച്ചത് നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും നമ്മുടെ വി.ഡി. സതീശൻ്റെയൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നല്ലൊരു ലെവലിലേക്കാണ് പോകുന്ന ന്യൂസുകൾ കാണുന്നുണ്ട്. അതിൽ വളരെ അപ്രിസിയേഷൻ ഉണ്ട്. ഞാൻ ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. വർഷങ്ങളായിട്ട് വോട്ടൊന്നും ചെയ്തിട്ടില്ല. ചില സാഹചര്യങ്ങളിൽ വർഷങ്ങളായിട്ട് 87 വോട്ട് ചെയ്തതാണ് PJ കുര്യന്. അത് കഴിഞ്ഞ് പിന്നെ ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ പുറത്തായിരുന്നു. അപ്പം വോട്ടേഴ്സ് ലിസ്റ്റിലൊന്നും പേരില്ലായിരുന്നു. പക്ഷെ LDF-ന്റെ ഭരണം, ഈ പിണറായിയുടെ ഭരണം അത്ര മോശമായിട്ട് പോകുന്നതുകൊണ്ട് ഒരു കോൺഗ്രസ് ഭരണം വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഓരോന്ന് കണ്ടിട്ട് ഈ KC വേണുഗോപാല് കേന്ദ്രത്തിൽ ഇരുന്നിട്ട് മൊത്തം കളികൾ കളിച്ചിട്ട് ഈ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകുന്ന ഒരു ഇതാ കാണുന്നത്. അപ്പോൾ നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടെങ്കിൽ പോലും കേരളത്തിലെ ഇപ്പം മുരളീധരൻ ആയിക്കോട്ടെ, ഇനിയും രമേശ് ചെന്നിത്തല ആണെങ്കിൽ പോലും കരുണാകരനെ കളിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെയാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആകേണ്ടതായിരുന്നു. പക്ഷെ ഇവരൊക്കെയുള്ള കളികളും എങ്ങനെയാണെങ്കിൽ പോലും കോൺഗ്രസ് വരുന്ന ഒരു സാഹചര്യത്തില് മുരളീധരനോ അല്ലെങ്കിൽ ഇനിയും ശശി തരൂർ ആയാലും ഗവൺമെന്റിന് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും ഈ ഇത്ര വലിയ കടക്കണി കിടക്കുന്നവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു നല്ലപോലെ സ്റ്റെപ്പ് എടുക്കുന്ന ഒരാൾ വരണം. അപ്പോൾ ഞാൻ സാറിനെ വിളിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഈ ഒരു വി.ഡി. സതീശന്റെ ഏതാണ്ട് ലെവലെത്തിയിട്ടുണ്ട്. അത് മുന്നോട്ട് അതൊരു ഉറപ്പായി കഴിഞ്ഞാല് ഈ KC വേണുഗോപാലിന്റെ ഇതും കൂടെ കേന്ദ്രം പറയുന്ന പോലാണല്ലോ ഇവിടെ നടക്കുന്നത്.
അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നിട്ട് അദ്ദേഹം കേന്ദ്രം പറഞ്ഞ അല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞ് തീരുമാനം എടുക്കുന്ന ഒരു ലെവലിലേക്ക് വരരുത്. അതിന് ജനം പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇപ്പം അനങ്ങാൻ മേലാത്തൊരു കണ്ടീഷനായി. കാരണം ജനം ഇനിയും അങ്ങനെ കേന്ദ്രം തന്നെ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെ ഒരു കമ്പയിൻ ഉണ്ടാകുകയാണെങ്കിൽ മാറ്റി ഇവിടെ പ്രവർത്തിച്ചവരാരും ആയിക്കോട്ടെ, മുരളീധരനോ ഇനിയും ശശി തരൂരോ അതല്ല രമേശ് ചെന്നിത്തലയോ ആരും ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഈ കെ.സി. വേണുഗോപാല് സർവ്വ കളിയും കളിച്ച് ഈ നമ്മുടെ രാഹുലിനെയും സോണിയയെയും ഇത്രയും കാലം പുറകെ നടന്ന് അവര് പറയുന്ന പുള്ളിക്ക് വേറെ രക്ഷയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് രാഹുലിന്. കാരണം സ്ഥിരമായിട്ട് ഞാനും സാറുമായിട്ട് ഡെയിലി സംസാരിക്കുകയും അതുപോലുള്ള ബന്ധങ്ങളായി കഴിയുമ്പം ഞാൻ പറയുന്ന കുറെയൊക്കെ സമ്മതിക്കാൻ പറ്റത്തില്ലല്ലോ. എന്ന് പറയുന്ന പോലെ ഒരു ലെവലിലായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത് കെ.സി. വേണുഗോപാല് ഇപ്പം കൂടെ നിൽക്കുന്നോണ്ടേ. പക്ഷെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തില് മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ്. അപ്പം അതിന് എതിരായിട്ട് ജനത്തിന് ഇനിയിപ്പം നമ്മുടെ സുധാകരനെ പോലും പിടിച്ചാക്കിയാലും കുഴപ്പമില്ല. കാരണം ശക്തമായി നിൽക്കുന്നവരാണല്ലോ ഇവരൊക്കെ. കേക്കച്ചന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്? അയാളുടെ അവസ്ഥ എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ? അയാളുടെ ഒരു നില എന്താ ഇപ്പൊ? അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് പണ്ടേ പ്രതികൂലമായിരുന്നു. കാരണം അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവായിട്ട് കയറിയപ്പം തന്നെ നമ്മുടെ പി.ടി. തോമസും ഇവരൊക്കെ 2-3 വാദങ്ങൾ ഉണ്ടായിരുന്നല്ലോ, 1-2 പേര് ഇവരിൽ ആരെങ്കിലും ആകുമെന്നുള്ളത്. ആ ഒരു സ്റ്റെപ്പിൽ അന്നത്തെ ഒരു ഇതിൽ അദ്ദേഹം വി.ഡി. സതീശനായി അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഈ നിയമസഭയിലുള്ള പ്രകടനം കാണുമ്പോൾ തന്നെ ഏതു വ്യക്തിക്കും, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകുമായിരുന്നു ഇദ്ദേഹം പിണറായിയുടെ ആളായിട്ടാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം. അതില് ഈ രാജീവും ഇവരും എല്ലാം എറണാകുളംകാര് ഒരു പ്രത്യേക രീതിയിലാണല്ലോ അവരുടെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും. പിന്നെ ഈ ആലുവ കേസ് വന്നപ്പം തന്നെ നമുക്ക് ക്ലിയർ ആയി ഇദ്ദേഹം കൈക്കൂലി മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഭയങ്കര ബിനാമി കേസുകളാണ്, അതിന്റെ പങ്ക് പറ്റുന്ന ആളാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹം പിണറായിയെ പൊതുവിൽ പറയുന്നതല്ലാതെ അകമേ ഇവര് ഭയങ്കര കൈയുണ്ടെന്നുള്ള കാര്യം ജനങ്ങൾക്ക്, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. അദ്ദേഹമൊക്കെ നമ്മുടെ നാടിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണം ചെയ്യുമെന്ന് ഒരു കാരണവശാലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നാടിന് എന്തെങ്കിലും നന്മ ജനങ്ങൾക്ക്, ഇപ്പം അറിയാമല്ലോ ഈ യുവാക്കളും എല്ലാരും വിദേശം വിട്ടു പോവുക. കാരണം എന്താ? ഇവിടെ നിലനിൽക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് വന്നിരിക്കുക. അപ്പം വി.ഡി. സതീശനെ ഏതൊക്കെയാലും സാറിന്റെ ആ കമ്പയിൻ ഇത്രത്തോളം ഭംഗിയായിട്ട് പോയത് കൊണ്ട് അത് നല്ല ശതമാനം ആൾക്കാർക്ക് വ്യക്തമായിട്ടുണ്ട്. ഇനിയും ഒരു കാരണവശാലും നേതൃത്വം തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുന്ന ലെവലിലേക്ക് വരും. പക്ഷേ ഇവന്മാരുടെ അകത്തെ കളികൾ കൊണ്ട് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അന്തർധാര വെച്ച് എന്നാ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അത് ഈ വേണുഗോപാലിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ഇദ്ദേഹം MP ആണ്. അദ്ദേഹം ഒരു കാരണവശാലും MLA-ക്ക് മത്സരിക്കാനുള്ള അവസരം കൊടുക്കരുത്. അതിനെതിരായിട്ട് ക്യാമ്പയിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ജനം പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ ഒരു അവസരം ഉണ്ടാകത്തില്ല. ഇപ്പം വന്ന I2Iൽ വന്ന USA എന്നുള്ള ഡോക്ടർ സാറിൻ്റെ പ്രഭാഷണം വളരെ ഉത്തേജനം നൽകുന്നതാണ്. സാറിനോട് അനുകൂലിച്ച് ഇത്രയും ജനങ്ങളുണ്ട്, ഇത്രയും കാര്യങ്ങൾ തന്നെ നമുക്കും സംസാരിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഒന്നും ഒഴിച്ചുകൂടാത്ത സംഗതിയാണ്. കൂടാതെ പറയാനുള്ള ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഇതിന് വേണ്ട തീരുമാനം എടുക്കണം. അവരാണ് കൂടുതൽ ഇത് ചെയ്തിട്ട് മുന്നോട്ട് വരണ്ടേ. ബാക്കി ഘടകകക്ഷികൾ കുറ്റപ്പെടുത്തല്ല, പക്ഷെ അവരും കൂടി കൂടിയിട്ടുള്ള തീരുമാനം സാറ് പറഞ്ഞ മാതിരി USA എന്ന് പറഞ്ഞ പ്രഭാഷണം വളരെ നന്നായിട്ടുണ്ട്. സുനിൽ സാറിനും സാറിനും എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. ജനപിന്തുണ എന്തായാലും ഉണ്ടാവും സാർ. എൻ്റെ പേര് ഷാജു എന്നാണ്. ചാലക്കുടി അന്തനാട് കലാഭവൻ മണിച്ചേട്ടൻ്റെ വീടിന്റെ തൊട്ടടുത്തിനാണ് എൻ്റെ വീട്. ഞാനിവിടെ ADC-യുടെ പ്രവർത്തകനായിരുന്നു. നമ്മളിപ്പോ ഈ കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരാണല്ലോ. രാഹുൽ മങ്കടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഏവരെ മുന്നേറി ആൾക്ക് നീതി ഒരു ഭൂരിഭാഗം 50% ആൾക്ക് നീതി കിട്ടുകയും ചെയ്തു. ഇതൊക്കെ ശരി തന്നെ. അതായത് നമ്മളിപ്പോ ഇത്രയെല്ലാം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കാരണത്തിന്റെ ഒരു സത്യാവസ്ഥയേ ഉള്ളൂ. അതായത് ഈ പിണറായി എന്നുള്ള നാടിയുടെ ഈ ഭരണം
വേണ്ടെന്ന് വെച്ച് നമുക്ക് മുന്നോട്ട് വരണം എന്നുള്ള ജനങ്ങള് ഭൂരിപക്ഷം പേര് ഞാനടക്കം നമ്മളൊരു പൂർവികമായിട്ട് നമ്മുടെ കുടുംബം എല്ലാം കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇപ്പൊ സാറ് ഈ ന്യൂസ് നിരന്തരമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോൺഗ്രസിനെ നമുക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണല്ലോ സാറ് കിട്ടുന്ന വീഡിയോ കിട്ടണം. അതുകൊണ്ടാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിരന്തരമായിട്ട് ഇപ്പൊ വി ഡി സതീശനോ ആ തെണ്ടി പോട്ടെ, ഏതെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് ജനമനസ്സുകളിൽ ഇങ്ങനെ കോൺഗ്രസിനെ പറ്റി ഒരു വിരുദ്ധാഭാസമായിട്ട് ഇങ്ങനെ നിലനിന്ന ഇവര് വരുന്ന ഇലക്ഷനിൽ നമുക്കൊരു പാരയാവില്ലെന്നാണ് ചോദിക്കുന്നത്. ഇവന്മാരാ വരുന്നെങ്കിൽ എടുത്ത് തൂത്തെറിയണം. ആ 100% തൂത്തെറിയണം. ഇവൻ തനി കള്ളനാണ്, തനി തെണ്ടിയാണ്, നാളാണ്, പരമനാരിയാണ്. ഇവൻ ഈ പിണറായിയുടെ അച്ചാരം വായിച്ചു കഴിഞ്ഞിട്ട് ഇവൻ സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ കണ്ട പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഉച്ച കുടിക്കാൻ വേണ്ടി തെണ്ടിയാണ്. ആ 100% ഞാൻ യോജിക്കണം അതിനോട്. അതായത് ഇപ്പൊ നമ്മൾ ഇതേപോലുള്ളൊരു വാർത്തകൾ നിരന്തരം കൊടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ കൂടി കഴിഞ്ഞ 8 മാസമല്ലേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ. അപ്പോ ഈ ഭൂരിഭാഗം അത് കേൾക്കുന്ന പ്രേക്ഷകർ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇത് ഒന്ന് ഈ ന്യൂസ് ഒന്നും കേൾക്കാത്ത ആൾക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇത്രയും ആലോചിക്കാനുള്ള കഴിവുണ്ടാവില്ല. അപ്പൊ അവര് ഓട്ടോമാറ്റിക്കായിട്ട് കോൺഗ്രസ് എന്നുള്ളൊരു പ്രസ്ഥാനത്തെ അങ്ങനെ ഒന്ന് മാറ്റി ചിന്തിക്കില്ലേ? അല്ല, അങ്ങനെ ആളുകൾ കബളിപ്പിച്ച് ഈ കള്ളന്മാര് കാരണം ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഈ പ്രസ്ഥാനത്തെ മുഴിപ്പിച്ച് ഇവൻ ഇപ്പൊ ഒരു ഭരണമില്ലാത്ത 10 കൊല്ലം ചൊറിയും കുത്തി ഇരുന്നിട്ട് ഇവൻ ഇത്രയും ഇവൻ തനി നാരിയാണെന്നാണ് നമ്മളിപ്പോ ഇപ്പൊ ഞാൻ സാറാ മിഷൻ 60 അന്ന് തൊട്ട് ഞാൻ സാറിന്റെ ഇത് സർക്കരവ് ചെയ്ത് ഞാൻ സാറിന്റെ കൂടെ കൂടെയാണ്. എല്ലാ ദിവസവും ഞാൻ സാറിന്റെ അത് കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ഇത് പറയുന്നുണ്ട്. അറിയാത്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കയറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കാരണം വെച്ചാലേ നമ്മളിപ്പോ ഇത് ഇങ്ങനെ തുടങ്ങി വെച്ചു. ഇപ്പൊ ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ തെണ്ടി മഹാനാരി, പരമനാരി, പിണറായിയുടെ അച്ചാരം പിടിച്ച് അവന്റെ കുണ്ടി കൈ വെള്ളം കുടിക്കുന്നത് വിചാരിച്ചപ്പോ നമ്മള് കോൺഗ്രസിനോട് പ്രതിബദ്ധതയുള്ള ഒരു ആളാണ്. ഞാൻ കോൺഗ്രസ്സുകാരാണ്. മരിക്കുമ്പോൾ നമ്മൾ കോൺഗ്രസ്സുകാരായിട്ടുള്ള പ്രവർത്തകർക്ക് അറിയാം, വർഷങ്ങളായിട്ട് ഈ പ്രസ്ഥാനത്തിൽ കൂടെ നിൽക്കുന്നവർക്കറിയാം ഇവനല്ല പ്രസ്ഥാനം. ഇവിടുത്തെ ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം പ്രവർത്തകരുണ്ട്. എത്രയും വേഗം തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഈ വൃത്തികെട്ടവന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി ഇവനെയും ഈ KC വേണുഗോപാലിനെയും ഒക്കെ ഇവന്മാരെയൊക്കെ എടുത്ത് ഒതുക്കി വെച്ച് നല്ല കഴിവുള്ള ഇവര് മുന്നോട്ട് വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ നിരന്തരമായി ഇത് കൊണ്ടുപോയിരിക്കുന്നത്. കഴിവുള്ള ആളുകളെ വർദ്ധനയിട്ട് നമ്മുടെ ചെറുപ്പക്കാര് പിള്ളേര് ആവശ്യം പോലെ ഇല്ലേ? ഇഷ്ടംപോലെ പിള്ളേരുണ്ട് ചെറുപ്പക്കാര്. നമ്മുടെ രാഹുൽ മാങ്കുട്ടം, ഷാഫി പറമ്പില്, ബിൻ വർക്കി, അങ്ങനെയുള്ള ഇഷ്ടംപോലെ ചെറുപ്പക്കാരുണ്ട്. പിന്നെ ഈ കടൽക്കിഴങ്ങന്മാര് എന്തിനാണ് ഇതിൽ തൂങ്ങി പിടിച്ച് കിടക്കുന്നത്? അതെ, ആ ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഈ നിരന്തരമായിട്ട് ഇത് വല്ലപ്പോഴും പറഞ്ഞാൽ മാത്രം മതി. നിരന്തരമായിട്ട് ഇതുപോലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിഞ്ഞാൽ മാത്രമേ അത്തരം മാറ്റം വരത്തുള്ളൂ. അതല്ലാതെ ഞാൻ പറയുന്ന കാര്യം സാറ് മീഡിയയിൽ കൊടുത്തോണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ഒരു പേടിയില്ല, ഒരാളും നമുക്ക് പേടിയില്ല. പക്ഷെ ഈ നാറിയെ ഇവിടുന്ന് പറത്തി വിടണം. ഈ വീടി തെറ്റുന്ന നാറി പരമത്തെണ്ടി, പരമച്ചെറ്റണം. അല്ലെങ്കിൽ സാറൊന്ന് ആലോചിച്ച് ഈ രാഹുൽ പൊങ്ങോടത്തിന് എന്ത് ചെയ്ത എന്നെ പോലെ ചെറുപ്പക്കാരനാണ്. എനിക്കിപ്പോ 35 വയസ്സുണ്ട്. എന്റെ വയസ്സ് തന്നെയാണ് രാഹുൽ മങ്ങോടത്തിന്. ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ എന്നെ പറ്റി ഒരു അപവാദം കേട്ട് കഴിയുമ്പോ എന്നെ പോലെ എന്റെ ഒരു ജ്യേഷ്ഠനോ അനിയനോ ആരായിട്ട് കൂടി ഒരു കൂട്ടുകാരൻ അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ നിരന്തരമായിട്ടൊരു അപവാദം കേട്ട് പറയുമ്പോ ഒരാൾക്ക് സഹിക്കാൻ പറ്റും. എത്ര ഞമ്മ പാലക്കാട് മറ്റേ അവിടെ ചെന്നായിട്ട് രാഹുൽ നെഞ്ചിലേക്ക് ചേർന്ന് പറയുമ്പോ സങ്കടം വരാം. ഇവന് പാർട്ടിയോട് എന്തെങ്കിലും ഒരു കൂറോ സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതാ 2 തെരഞ്ഞെടുപ്പ് പടിവാതിക്കെ വന്ന് നിൽക്കുക. അന്നേരം പാർട്ടിയെ ശിഥിലപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ പ്രവർത്തനങ്ങൾ ഇപ്പൊ കണ്ടോ, അവനെ മാറ്റി നിർത്തി. എന്നാൽ ഇത് കള്ളത്തരമാണെന്ന് തെളിഞ്ഞപ്പോ അവനെ തിരിച്ചെടുത്തില്ല. എന്നിട്ട് കഴിവുകെട്ട ഒരു 4 എണ്ണത്തിനെ പകരം കൊണ്ട് ഏറ്റുകെട്ടി വെച്ചു. ഇപ്പോൾ ഇതാ യുവമാര് ഒരു വലിയ ജംബോ കമ്മിറ്റി ഉണ്ടാക്കുന്നു. കഴിവുള്ളവന്മാരെ എല്ലാം മാറ്റി നിർത്തുന്നു. ഇതുപോലെ കുറെ യാതൊരു മണവും ഇല്ലാത്ത കുറെ അവന്മാരെ പെറുക്കി വെച്ചുകൊണ്ട് കുറെ ഊച്ചാളികളുടെ അസോസിയേഷൻ ഉണ്ടാക്കുന്നു. ഇത് ഈ പാർട്ടിയെ നശിപ്പിക്കാനാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഉറക്കം വിളിച്ചു പറയണം. എന്നിട്ട് ഈ ഊച്ചാളി എന്ന് പറഞ്ഞ ആകെ 3 പേരുള്ളൂ. 3 ഊച്ചാളികളാണ്. ഒന്ന് KC വേണുഗോപാൽ, ഒന്ന് ഈ VD സതീശൻ, പിന്നെ ഒന്ന് ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ചെമ്മീൻ തല. ഇതാണ് ഈ കടലക്കവാന്മാര്. ഇവരെ 3 എണ്ണത്തിനെ മാറ്റി നിർത്തി. പിന്നെ ഈ അടൂർ പ്രകാശൊക്കെ മാന്യ വ്യക്തിയാണ്, നമുക്കറിയാം. വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചുള്ള ആളാണ്. VD സതീശനോ ഈ പറഞ്ഞ വേണുഗോപാലോ ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ വന്നിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്തിക്കോ, എത്ര ആൾ കൂടും? അതേസമയം ഈ ഷാഫി പറമ്പിലോ അല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലോ മാറ്റിക്കൊള്ളണം
ഇവരൊക്കെ വരുന്ന വേദി എന്നുണ്ടെങ്കിൽ അവിടെ ആളുകൾ തടിച്ചു കൂടും. എന്താ കാരണം ഈ ശശി തരൂർ എന്ന് പറയുന്ന മാന്യ വ്യക്തി ഈ കേരളത്തിലുള്ള ഈ നമ്മുടെ കോൺഗ്രസിൽ ഈ കേരളത്തിലുള്ള ഏതെങ്കിലും നേതാക്കന്മാർക്ക് ശശി തരൂരിന്റെ അടുത്ത് വരെ പോകാനുള്ള യോഗ്യത ഉണ്ടോ? ഏത് നിയമസഭയിലുള്ള എവിടെയും ഏത് പൊതുവേദിയിൽ ചെന്നിട്ട് 4 ലക്ഷം പറയാനുള്ള ഒരു കഴിവുള്ള വ്യക്തിയാണ്. അയാളെ ഒഴിവാക്കില്ലേ ഈ കേക്കച്ചൻ? അതുകൊണ്ടാണ് ഞാൻ പറയണത് കുറച്ച് വിഷമമുണ്ട്. നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം ഈ വൃത്തികെട്ടന്മാര് ശുദ്ധികലശം ഉണ്ടാകുന്നത് വരെ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അതല്ല എങ്കിൽ ഈ അവസരങ്ങൾ മുതലാക്കി യുവമാർ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കും. യുവമാരെ ജനങ്ങളും വെറുക്കും. ഈ പ്രസ്ഥാനം തന്നെ ഇല്ലാതെ പോകും. ഈ 3 വൃത്തികെട്ടന്മാരല്ല ഈ പ്രസ്ഥാനം. ആരോട് ഞാൻ ഇപ്പൊ സംസാരിക്കാൻ കാരണം എനിക്കൊരു ഭയം. സാറിന്റെ എല്ലാ പ്രോഗ്രാം ഞാൻ കാണുന്നുണ്ട്, എല്ലാം ഓക്കെ, നമ്മളെല്ലാം പറഞ്ഞൊക്കെ ചെയ്യണം. പക്ഷെ എനിക്കൊരു ഭയമുള്ളതേ, നമ്മൾ ഇതേപോലെ നിരന്തരമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നാല് എപ്പോഴെങ്കിലും അതൊരു അല്ല, അത് നെഗറ്റീവ് എന്നല്ല. അത് ഞാൻ നമുക്ക് ഉടൻ നിലനിൽപ്പില്ലല്ലോ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ടും ബോധമുള്ള ജനങ്ങളാണ്, ബോധമുള്ളവരാണ് ഇത് കേൾക്കുന്നത്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഈ മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ ഇവന്മാർ ഒരു കാരണവശാലും നമുക്ക് തയ്യാറാകുന്നില്ല. ഈ മാറ്റം ഉണ്ടായി ആ തരത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതുപോലെ നമുക്ക് മുന്നേറാം. കാരണം ജനം വെറുത്തുപോയി സാറേ. പിണറായിയുടെ ഒരു പിണറായി, ഇവൻ സതീശൻ മുക്കാ പിണറായി. അത് സത്യമാണ്. സതീശൻ മുക്കാ പിണറായി, അവൻ ഫുൾ പിണറായി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.